പ്രിയപ്പെട്ടവരെ, ഇരുട്ട് ചെറുതായി വ്യാപിക്കാൻ തുടങ്ങി. അതാ ആ മലയുടെ മുകളിൽ കാണുന്ന ഘട്ടം തിരുമല ശ്രീകൃഷ്ണ സ്വാമി ടെമ്പിളാണ്. ടെമ്പിളിൻ്റെ ഘട്ടമാണ്. അതിന് മണ്ടയ്ക്കാണ്. ഇത്ര ഉയരത്തിലാണ് ക്ഷേത്രം. അത്ര ഉയരത്തിലാണ് ക്ഷേത്രം. തിരുമല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ വിളക്കുകളും മറ്റുമൊക്കെയാണ് ഇതിൻ്റെ മുകളിലായിട്ട് കാണുന്നത്. അത്ര ഉയരത്തിലാണ് അത് കാണുന്നത്. ഏറ്റവും ടോപ്പിൽ കാണുന്നത്. ഈ ക്ഷേത്രത്തിന് പാറക്കോവിൽ എന്നും പറയാറുണ്ട്. ഇത്രയും വലിയ പാറയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ പാറക്കോവിൽ എന്നും പറയാറുണ്ട്. കണ്ടില്ലേ വെട്ടം? മുകളിൽ കാണുന്ന വെട്ടം പാറക്കോവിലിലെ വെട്ടമാണ്. കോവിലിടയിൽ കൂടെ ഒരു ഇത്തിരി എന്തോ കാണുന്നുള്ളൂ. ഇപ്പോൾ ഇരുട്ട് വ്യാപിച്ചുകൊണ്ട് കാര്യമായിട്ട് കാണുന്നില്ല. ഭക്തിസാന്ദ്രമായ കീർത്തനങ്ങൾ അവിടുന്ന് ഒഴുകി വരുന്നുണ്ട്. രാവിലെ ഇതുപോലെ അവിടുന്ന് കീർത്തനങ്ങൾ കേൾക്കാം. 5 മണിക്ക് പാട്ട് വയ്ക്കും. 5 മണിക്ക് പാട്ട് വയ്ക്കും. വളരെ വിശിഷ്ടമായൊരു കോവിലാണ്. ദൂരെ മുകളിൽ കാണുന്നുണ്ട്. അതിൻ്റെ ലൈറ്റും വെട്ടമൊക്കെ ഉണ്ട്. ഇടയിൽ കൂടെ കാണുന്ന അതിൻ്റെ വെട്ടമാണ്. എല്ലാ ദിവസവും അന്നദാനവും ഒക്കെ ഉണ്ടാകും. ഒരുപാട് പ്രോഗ്രാമുകൾ ഇവിടെ നടക്കാറുണ്ട്. എന്നും പരിപാടികളുള്ള ഒരു ക്ഷേത്രമാണ് പാറക്കോവിൽ. എന്നും ഈ പാറയുടെ മുകളിലാണ് വെട്ടം കാണുന്നത്. എന്നും പരിപാടികൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. കണ്ടോ? ഇതിൻ്റെ മുകളിലാണ് ക്ഷേത്രം. എല്ലാ ദിവസവും ഈ ക്ഷേത്രവും ഞാനുമായിട്ടൊരു ബന്ധമുണ്ട്. അതായത് എനിക്കൊന്ന് പോകണമെന്നുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് പോകാൻ പറ്റില്ല കൂട്ടുകാരെ. കാരണം എനിക്ക് അത്രയും 500 സ്റ്റെപ്പുണ്ട്. എനിക്കത് കയറാൻ പറ്റിയില്ല. താഴെ കൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത, തിരുമല എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് ആണിത്. തിരുമലയുടെ ഒരു സൈഡ് ഗ്രാമപ്രദേശമാണ്. കണ്ടില്ലേ? ഇപ്പുറത്തെ സൈഡ് പട്ടണം. വാഹനങ്ങൾ ഇഷ്ടംപോലെ പോകുന്നതാണെന്നുണ്ട്. ഇഷ്ടംപോലെ വാഹനങ്ങൾ പോകുന്ന പട്ടണത്തിൻ്റെ ഘനഗാംഭീര്യത ഒക്കെ വിളിച്ചു പോകുന്നതാണ് ഈ ഭാഗം. നമ്മൾ നേരെ നോക്കി വന്നാൽ വലത്ത് കൈയുടെ വശം ഒരു 100 മീറ്റർ അകലമേ ഉള്ളൂ. ടൗണാണ്. ഉണ്ടോ? വാഹനങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടോ? അതേ സമയത്ത് ഇവിടെ നോക്കിയാൽ നല്ല ഗ്രാമപ്രദേശം ഉണ്ടോ? മലയുടെ ഏറ്റവും മുകളിലാണ് ക്ഷേത്രം. നല്ല ഗ്രാമപ്രദേശം ഉണ്ടോ? മലയുടെ മുകളിലാണ്. ചെറുതായിട്ട് ക്ഷേത്രം ഇവിടെ നിന്ന് കാണുകയുള്ളൂ. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്നു. പക്ഷേ ഇത് ഒരുപാട് ദൂരെയാണ്. നടന്നു പോകാൻ ആരോഗ്യമുള്ളവർക്ക്. ക്ഷേത്രത്തിൽ നല്ല പാട്ട് കേൾക്കാം. അപ്പോൾ എൻ്റെ മോൻ ആദ്യമായിട്ട് എൻ്റെ ചെറിയ മകൻ ഇവിടെ ജോലി ഉണ്ടായിരുന്നപ്പോൾ ചെറിയ മകന് ഇവിടെ ജോലി കിട്ടി. അപ്പോൾ എൻ്റെ മകന് ജോലി കിട്ടിയ സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ വാടകയ്ക്ക് ഒരു വീടെടുത്ത് താമസിച്ചു. മോൻ്റെ വീട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും അവന് ജോലി കിട്ടി വന്നതല്ലേ. അത് കാരണം കൊണ്ട് ഞങ്ങളിവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ താമസിച്ചു. ഇവിടെ വാഹനങ്ങൾ പോകുന്ന കാണുന്നത് ഉണ്ടോ? നല്ല തിരക്ക് പിടിച്ച സ്ഥലമാണ്. ഉണ്ടോ? വീടെടുത്ത് ഞങ്ങൾ താമസിച്ചു. അപ്പോൾ ഞാൻ വേറെ ഇപ്പം പോയിരിക്കുന്ന ജോലി വെളി രാജ്യത്ത്, ആ ജോലി കിട്ടുന്നതിന് വേണ്ടി ഇവിടെ പോയി പ്രാർത്ഥിച്ചിരുന്നു. മോൻ ഓർഡർ വരുന്ന സമയത്ത് എൻ്റെ മോൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ആ കോവിലിൻ്റെ മുകളിലായിരുന്നു. ഇന്നെനിക്ക് ആ കോവിലൊന്നും കയറാനും ഒന്നും പറ്റില്ല. ഭഗവാനെ കാണാനും പറ്റില്ല. ഇവിടെ ഇരുന്ന് ഇങ്ങനെ വൈകിട്ടും രാവിലെ ഞാൻ തൊഴുത് ഭഗവാനോട് പ്രാർത്ഥിക്കും. ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. നമ്മളിരിക്കുന്നിടത്തും ഉണ്ടല്ലോ. സർവ്വവ്യാപിയല്ലേ അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ആ കള്ളകൃഷ്ണനെ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി എനിക്ക് അവിടെ പോകാനൊന്നും പറ്റില്ല. കണ്ടോ? വീട്ടിൻ്റെ ബാൽക്കണിയിൽ, അപ്സ്റ്റെയറിൻ്റെ ബാൽക്കണിയിൽ നിന്നാണ് ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. നോക്കൂ,
വലിയ തിരക്കുള്ള വഴിയാണിത്. വലിയ റോഡ്, വലിയ തിരക്ക്. ഒരുപാട് ഫ്ലാറ്റുകളും ഒക്കെ അങ്ങേ സൈഡിലുണ്ട്. നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഹൗസാണ് നമ്മുടേത്. ഉണ്ടോ? ഇതൊരു തിരക്കാൻ നോക്കൂ. ഉണ്ടോ? ഇത് നമ്മുടെ മുറ്റം, ചെടികൾ ഒക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ. നമ്മുടെ മുറ്റം, ബാൽക്കണിയുടെ മുറ്റമല്ല, ബാൽക്കണി, അപ്സ്റ്റെയറിൻ്റെ ബാൽക്കണി. പാറക്കാട്. ഇനിയും ഈ സൈഡ് ഇങ്ങനെ ടൗൺഷിപ്പ്. ഈ സൈഡോ നോക്കൂ. ഈ സൈഡ് ഇതാ ഗ്രാമീണത ഉറ്റി നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ? ക്ഷേത്രത്തിലെ വിളക്കുകളൊക്കെ കാണുന്നില്ലേ? ഉണ്ടോ? ഇത്ര പ്രകാശമാനമായിട്ടാണ് ക്ഷേത്രത്തിലെ വിളക്കുകളൊക്കെയാണത്. ദീപാരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ദീപാരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴെയെല്ലാം ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം. വളരെ 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 ഭക്തിപാരമ്യത്തിൽ മുഴുകി നിൽക്കുന്ന ഭഗവാനാണ് ഇവിടെ. അപ്പോൾ ഞാൻ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നാണ് ഇത് പകർത്തുന്നത്. വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നാണ് ഞാൻ ഈ ചിത്രം പകർത്തുന്നത്. വാഹനങ്ങൾ നിർത്താതെ പോവുകയാണ്. അപ്പോൾ ഈ കോവില് തിരുമല പാറക്കോവിൽ എന്നാണ് പറയുന്നത്. പാറയുടെ ഇത്രയും ഉയരത്തിൽ, പാറയുടെ മുകളിലാണ് ക്ഷേത്രം. അതുകൊണ്ടാണ് പാറക്കോവിൽ എന്ന് പറയുന്നത്. ചൈതന്യം. ഇത് താഴെ ഈ വഴിയില്ലേ, ഈ വഴിയെ കൂടെ നേരെ പോയാൽ ഒരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ പോയാൽ സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് വഴിയാണ് ക്ഷേത്രത്തിലേക്ക് കയറുന്നത്. ഇനിയിപ്പോൾ എനിക്കൊന്നും അത് പറ്റുകയില്ല. പിന്നെ വളഞ്ഞ് ആ സൈഡിൽ കൂടെ റോഡുണ്ട്. വാഹനത്തിൽ പോകാം, നമുക്ക് കാറിൽ പോകാൻ പറ്റും. എന്നാലും ഇക്കണ്ട സ്റ്റെപ്പുകൾ മുഴുവൻ വണ്ടി താഴെ ഇട്ടിട്ട് നമ്മൾ കയറേണ്ടി വരും. ആ പാറക്കോവിൽ കൃഷ്ണ ഭഗവാനെ നമിച്ചുകൊണ്ട് ഈ സന്ധ്യാവേളയിൽ ഞാൻ കുറച്ച് നാമം ജപിക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ.